ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടി ഞാൻ റാഗി പൗഡറും കോൺഫ്ലോറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോൺഫ്ലോർ കുറച്ച് മാത്രം, കൂടുതലും മുക്കാൽ ഭാഗവും റാഗി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈദ ഒഴിവാക്കിയതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പം നമുക്കിതിനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനാണ് ഞാൻ ആദ്യം ഇത് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ചൂടോടെ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഹൽവയ്ക്ക് നല്ല ഷേപ്പ് കിട്ടത്തുള്ളൂ. ഞാൻ ആദ്യം കറുത്ത എള്ള് കുറച്ച് വിതറിയിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വെളുത്ത എള്ള് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതും പിന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കയ്യിലുള്ളതുപോലെ ചേർത്താൽ മതി. ഞാൻ 1/2 കിലോ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതൊരു പിടുത്തം കിട്ടാൻ വേണ്ടി നമ്മൾ ഹൽവ കിണ്ടി വരുമ്പോൾ ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കുറച്ച് തേങ്ങാപ്പാൽ കട്ടിക്ക് എടുക്കണം. കട്ടി കുറുകിയ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും ചേർത്ത് അതും മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് ആ എടുത്ത തേങ്ങയുടെ 2ാം പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സാദാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പൊടി നല്ല ലൂസ് പരുവത്തിലാകത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്കിത് അരിച്ചെടുക്കണം. ഇതിനകത്ത് ചിലപ്പം ഉമിയൊക്കെ കാണും. അതുകൊണ്ട് അതെല്ലാം അരിച്ചെടുക്കണം. അതിനോട് നന്നായിട്ട് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കണം. ഞാൻ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അരിക്കാനുള്ള പരുവത്തിൽ. ഇനി നമുക്ക് ഒരു കടായിലേക്ക്, നമുക്ക് ഹൽവ ഉണ്ടാക്കുന്ന കടായിലേക്ക് തന്നെ നമുക്കിത് അരിച്ചൊഴിക്കാം. നന്നായിട്ട് എല്ലാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. ഗ്യാസ് ഓണാക്കി വെക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 200 ml നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പൊടി എത്ര എടുക്കുന്നോ അത്രയും അളവിൽ തന്നെ ശർക്കരയും എടുക്കാൻ നോക്കണം. ഇനി ആ പൊടി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര ചേർത്ത് ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് ആ തേങ്ങാപ്പാലും കൂടെ അരിച്ച് ചേർക്കാം. ആ ഏലക്കായും ഇട്ട് വെച്ചിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതും കൂടി അരിച്ച് ചേർക്കാം. ഞാൻ കടായി ഒന്ന് മാറ്റി, മറ്റേതിൽ ഇളക്കുമ്പോഴത്തേക്കും വെളിയിൽ ചാടും. അതുകൊണ്ട് ഞാൻ കടായി മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കണം. കൈ എടുക്കാതെ ഇളക്കണം, അടിക്ക് പിടിക്കും. കട്ട പിടിക്കാതെ നോക്കണം. ഇത് കുറുകി വരുന്ന സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ 2ാമത്തെ സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. കുറുകി വരുന്നതിനനുസരിച്ച് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ നെയ്ക്ക് പകരം വേറെ ഓയിലും ചേർക്കാം. പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് ടേസ്റ്റ്. നന്നായിട്ടിത് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് കിണ്ടിയെടുക്കണം. നമ്മൾ പാത്രത്തിൽ നിന്ന് വേറിട്ട് വരുന്ന രീതിയിൽ വരെ കിണ്ടിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നെയ്യും ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ച് നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ടേ ഇരിക്കണം. എന്നാലേ ഹൽവയുടെ ആ ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. യോജിപ്പിച്ച് നന്നായിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത്തക്ക രീതിയിൽ കിണ്ടി കൊടുക്കണം. അപ്പോൾ അത് ഹൽവയുടെ യഥാർത്ഥ ഒരു ഇതിലേക്ക് വരത്തുള്ളൂ. ഞാൻ അപ്പോൾ കുറച്ച് വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് എല്ലായിടത്തും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ഈ അരിപ്പൊടിയും മൈദയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ ആ ഒരു ടെക്സ്ചർ എന്തായാലും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ അതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഹൽവയ്ക്ക്. ഇപ്പോൾ ഏകദേശം ഹൽവ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്.
നല്ല ടൈറ്റ് മുറുകിയിട്ടുണ്ട്, മാവ് നല്ല മുറുകിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പേ പ്ലേറ്റിലിട്ട് മാറ്റാം. ഞാനിതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ചൂടോടെ തന്നെ മാറ്റാൻ നോക്കണം, ഇല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കിട്ടത്തില്ല. ഇതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി മറിച്ചിടുകയാണ്. മറ്റൊരു പ്ലേറ്റിലേക്ക് മറിച്ച് മാറ്റുവാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.